നടി മഞ്ജു പത്രോസിനെ അറിയാത്ത മലയാളികൾ ഇപ്പോൾ വളരെ കുറവാണ്. നമ്മുടെ ലാലേട്ടനൊപ്പം വരെ അഭിനയിച്ച ആളാണ് മഞ്ജു പത്രോസ്. അഭിനയത്തിലേക്ക് ഒരിക്കലും കടന്നു വരില്ല എന്ന് കരുതിയ മഞ്ജു പത്രോസ് ശ്വേതാ മേനോൻ അവതാരകയായ ഒരു പരിപാടിയിലൂടെയാണ് അഭിനയത്തിലേക്ക് വന്നത്. അതൊരു റിയാലിറ്റി ഷോ ആയിരുന്നു. സുനിച്ചനെ നിർബന്ധിച്ചാണ് മഞ്ജു പത്രോസ് ഭർത്താവിനെയും കൊണ്ട് ഈ ഷോയിലേക്ക് എത്തുന്നത്. എന്നാൽ ആ ഷോ മഞ്ജു പത്രോസിന്റെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു. ഒരുപാട് ആഭരണങ്ങൾ അണിയാനും നിറയെ സാരികൾ ഉടുക്കാനും നിറയെ അലമാര നിറച്ച് വീട് നിറച്ച ആഭരണങ്ങളും സാരിയും ഒക്കെ വാങ്ങി വെക്കാനൊക്കെ ഇഷ്ടപ്പെട്ട മഞ്ജു പത്രോസിന് ആ സമയത്ത് ദാരിദ്ര്യമായിരുന്നു. എന്നാൽ പിന്നീട് വച്ചടി കയറ്റം തന്നെയാണെന്ന് പറയാം. അങ്ങനെ മഞ്ജു പത്രോസ് ബിഗ് ബോസിൽ വരെ എത്തിയതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ബിഗ് ബോസിൽ എത്തി കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൽ വെച്ച് തന്നെ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം മഞ്ജുവിന്റെ കുടുംബം തകർന്നു എന്ന രീതിയിൽ പല വാർത്തകളും നമുക്ക് മുന്നിലേക്ക് എത്തി. എന്നാൽ മഞ്ജു പലപ്പോഴും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല, മകനെ കാണാൻ ഇപ്പോഴും സുനിച്ചൻ വരാറുണ്ട്, അതുമാത്രമല്ല മകൻ സുനിച്ചനെ വിളിക്കാറുണ്ട്. തങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്നും വളരെ ഡീപ്പായിട്ടൊന്നും മഞ്ജു പത്രോസ് തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ ആദ്യമായി കഴിഞ്ഞ ദിവസമാണ് നടി മഞ്ജു പത്രോസിന്റെ ഭർത്താവായ സുനിൽ ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മഞ്ജുവും സുനിലും വേർപിരിഞ്ഞാണ് താമസം. സിനിമാ സീരിയൽ അഭിനയവും മകനും മാതാപിതാക്കളും സുഹൃത്തുക്കളുമാണ് മഞ്ജുവിന്റെ ഇപ്പോഴത്തെ ലോകം. അഭിമുഖത്തിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനിടെ ഇനി ആരെയും വിശ്വസിക്കരുത് എന്നൊരു പാഠം താൻ പഠിച്ചതായി സുനിൽ പറയുന്നുണ്ട്. മഞ്ജുവുമായി വേർപിരിഞ്ഞാണ് താമസമെന്നും വെളിപ്പെടുത്തിയിരുന്നു. സുനിലിന്റെ വൈറൽ അഭിമുഖത്തെക്കുറിച്ച് നിരവധി പേരാണ് കമന്റുകൾ ചെയ്യുന്നത്. സുനിലിന്റെ അഭിമുഖത്തിന് താഴെ മഞ്ജുവുമായി ഒന്നിക്കാൻ ആവശ്യപ്പെട്ട് പലരും കമന്റ് ചെയ്തിരുന്നു. എന്നാൽ ഇനി അവർ ഒരുമിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഒരു പറ്റം ആളുകൾ പറയുന്നത്. 3 കൊല്ലം മുൻപ് ഫ്ലവേഴ്സ് ഒരു കോടി ഷോയിൽ പങ്കെടുത്ത മഞ്ജു പത്രോസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പലരും ആ വീഡിയോ കണ്ടു കാണും. തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി മഞ്ജു ആദ്യമായി വെളിപ്പെടുത്തിയത് ആ ഷോയിലാണ്. അന്ന് ഒരുപാട് കാര്യങ്ങൾ മഞ്ജു പത്രോസ് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പ്രധാനമായും തന്റെ വിവാഹ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളായിരുന്നു മഞ്ജു അന്ന് വെളിപ്പെടുത്തിയത്. കല്യാണം കഴിയുന്നത് വരെ വളരെ നന്നായി ജീവിച്ചു പോകുന്ന ആളായിരുന്നു മഞ്ജു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുനിച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സുനിൽ ബർണാഡുമായി മഞ്ജുവിന്റെ വിവാഹം നടക്കുന്നത്. ദാമ്പത്യത്തിലേക്ക് കടന്നതോടെ പുള്ളിക്കാരിയുടെ സ്ട്രഗ്ലിംഗ് ലൈഫ് ആരംഭിച്ചു. 21 പവൻ സ്വർണവുമായിട്ടാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് മഞ്ജു ചെന്നു കയറിയത്. എന്നാൽ വൈകാതെ ആ സ്വർണം മുഴുവൻ ഭർത്താവ് ഊരിക്കൊണ്ടുപോയി. കല്യാണം നടത്താനും വീട് മോടി പിടിപ്പിക്കാനും ചിലവായ തുകയ്ക്കുള്ള പരിഹാരമായിട്ടാണ് ആ സ്വർണം മുഴുവൻ സുനിൽ കൊണ്ടുപോയത്. എല്ലാം കടം വാങ്ങിയാണ് ചെയ്തിരുന്നത്. നിരവധി കടം സുനിലിനുണ്ടായിരുന്നു. മഞ്ജുവിന്റെ സ്വർണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതിന് മുകളിലായിരുന്നു അത്. സുനിലിനൊപ്പം ജീവിക്കാൻ തുടങ്ങിയ ശേഷം കടക്കാരോട് മറുപടി പറഞ്ഞും അവധി പറഞ്ഞുമായിരുന്നു മഞ്ജുവിന്റെ ജീവിതം. വീട്ടിൽ എപ്പോഴും കടക്കാരാണ്. സുനിൽ മിക്ക ദിവസവും വീട്ടിൽ ഉണ്ടാവുമായിരുന്നില്ല. ഭർത്താവ് വരുത്തിവെച്ച കടം കാരണം അതിന് മറുപടി പറഞ്ഞ് ജീവിതം തള്ളി നിൽക്കേണ്ട അവസ്ഥ. പിന്നീട് മഞ്ജുവും സുനിലും വെറുതെയല്ല ഭാര്യ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് ഫൈനലിസ്റ്റുകളായി. 2016 ആയപ്പോൾ സുനിൽ ഗൾഫിലേക്ക് പോയി. കുടുംബഭാരം മഞ്ജുവിന്റെ തലയിലും. സ്വന്തമായി വീടില്ല, ഒരു മകനെ നോക്കണം, കടങ്ങൾ വീട്ടണം. അതിനുള്ള മാർഗമായിട്ടാണ് മഞ്ജു തനിക്ക് കിട്ടിയ സിനിമാ സീരിയൽ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയത്. ഒരുപാട് വർഷം കടങ്ങൾ പരിഹരിക്കാനും ജീവിതം കെട്ടിപ്പടുക്കാനും മഞ്ജു നെട്ടോട്ടമോടി. മാസത്തിൽ വെറും 4-5 ദിവസം മാത്രമാണ് വിശ്രമിച്ചിരുന്നത്. അഭിമുഖങ്ങളിലെല്ലാം ഭർത്താവിൽ നിന്നും ചെലവിന് പോലും പണം ലഭിക്കാറില്ലായിരുന്നുവെന്ന് മഞ്ജു പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താൻ നിരന്തരം ജോലിക്ക് പോയിരുന്നതെന്നും മഞ്ജു പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് വരുത്തിവെച്ച കടങ്ങൾ അതെല്ലാം ബാക്കി വെച്ചുകൊണ്ട് ഭാര്യയെ ജോലിക്ക് പറഞ്ഞയക്കുന്നു. ജോലിക്ക് അയക്കുന്നതോ പോട്ടെ, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുക എന്നത് സുനിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഗൾഫിലേക്ക് പോയത്. സുനിൽ കഴിഞ്ഞ ദിവസം കൊടുത്ത ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇയാൾ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് തോന്നി. അയാൾക്ക് അയാളുടെ ഓർക്കസ്ട്ര, അതിന്റെ ഭാവി എന്നതിനെ പറ്റി അല്ലാതെ മറ്റൊന്നിനെ പറ്റിയും ചിന്തയില്ലെന്ന് തോന്നിപ്പോയി. ഭാര്യ ഇപ്പോൾ വരുത്തിവെച്ച കടം കാരണം ബുദ്ധിമുട്ടുമ്പോൾ ഇയാൾ വരുത്തിവെച്ച കടം കാരണം ബുദ്ധിമുട്ടുമ്പോൾ ഇയാൾ ഓർക്കസ്ട്രയും കാര്യങ്ങളുമായി അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ്. അസുഖം വന്നതുകൊണ്ടാണ് പുള്ളി നാട്ടിൽ വന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഗൾഫിൽ തന്നെ കൂടിയേനെ. മഞ്ജുവും സുനിലും വേർപിരിഞ്ഞാണ് താമസം.